വെൽക്കം ടു ടിക് പി എസ് സി. അപ്പോൾ ഇന്ന് ഈ ഒരു സെഷനിൽ നമ്മളോടൊപ്പം ഉള്ളത് ഇക്കഴിഞ്ഞ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയിൽ 6ാം റാങ്ക് സ്വന്തമാക്കിയ പ്രിയ SP ആണ്. സോ പ്രിയ, വെൽക്കം ടു ദിസ് ടോക്ക്. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? അതായത് ലൈക്ക് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒന്ന് പറയാം. ഹലോ, ഓക്കെ സർ. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് പ്രിയ SP. എൻ്റെ വീട് ആലപ്പുഴ ചേർത്തലയിലാണ്. ഞാനിപ്പം ഗവൺമെന്റ് ITI ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കുളക്കടയിലെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ BTech പഠിച്ചത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പെരുമണിൽ നിന്നാണ്. അതിനുശേഷം MTech എടുത്തത് തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ്. പിന്നെ റെയിൽവേയിൽ ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് 2021 to 24 ഏപ്രിൽ വരെ ഉണ്ടായിരുന്നു. ദെറാഫ്റ്റർ റിസൈൻ ചെയ്തിട്ടാണ് PSCയിലേക്ക് വന്നത്. അപ്പോ PSC പ്രിപ്പറേഷനിലേക്ക് എത്തിപ്പെട്ടത് റെയിൽവേ ജോലി അത് റിസൈൻ ചെയ്തിട്ടാണ്? റെയിൽവേ ജോലിയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എനിക്ക് ഈ ട്രെയിനിങ് ഇൻസ്ട്രക്ടറിന്റെ അഡ്വൈസ് വരുന്നത്. അപ്പോ അത് വന്നപ്പോ തന്നെ ഞാൻ റിസൈൻ ചെയ്തിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്തു. ഓക്കെ. അപ്പോ IU പരീക്ഷയ്ക്ക് മാത്രമായിട്ടാണോ, ഇൻഡസ്ട്രി സെക്ഷൻ ഓഫീസർ മാത്രമായിട്ടാണോ അത് പ്രിപ്പയർ ചെയ്തത്? അല്ലാതെ മറ്റ് എക്സാമിന് കൂടെ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഇതിനും കൂടെ പ്രിപ്പയർ ചെയ്തതാണ്? റെയിൽവേയിലായിരുന്ന സമയത്ത് KCB AE സബ് എഞ്ചിനീയർ അങ്ങനെയുള്ള എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ജോലി ബുദ്ധിമുട്ടായിരുന്നു. യാത്രകളും സ്റ്റേഷൻ ടു സ്റ്റേഷനാണ് ഞങ്ങളുടെ വർക്കുകളൊക്കെ നടക്കുക. അപ്പോ അതിനിടയ്ക്ക് കുറച്ച് സമയം കിട്ടുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇവിടെ PSCയിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടറായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് കുറച്ച് സമയം PSC പ്രിപ്പറേഷന് വേണ്ടി മാറ്റിവെച്ചത്. ഓക്കെ. അപ്പോൾ ഈ IUയുടെ നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ നമ്മുടെ എക്സാം കഴിഞ്ഞ് ഇന്റർവ്യൂ നടക്കുന്നത് വരെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ധാരാളം അതിനെക്കുറിച്ചുള്ള ധാരാളം എന്താ പറയാ നെഗറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് വേക്കൻസീസ് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്തതിനേക്കാളും വളരെ കുറവാണ്, അതുപോലെ ഈ വർഷം നിയമനം നടക്കില്ല, അങ്ങനെയുള്ള ഒരുപാട് ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല, പഠിച്ചിട്ട് കാര്യമില്ല തുടങ്ങിയ ന്യൂസുകൾ, കമന്റ്സുകളൊക്കെ ധാരാളം വരുന്നുണ്ടായിരുന്നു, നമ്മൾ കണ്ടതാണ്. അപ്പോ ഇതൊക്കെ വരുമ്പോ അതൊരു ടേൺ ഓഫ് ആയിരുന്നോ, അല്ലെങ്കിൽ ഇതിനെയൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്യാനായിട്ട് സാധിച്ചത്? IUയുടെ എക്സാം ടൈമില് മീൻസ് ഒരു 3 മാസം മുമ്പ് കൺഫർമേഷൻ കൊടുക്കാൻ വരുമ്പോഴാണ് സിലബസ് ചേഞ്ച് ആയത്. അപ്പോ കുറെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു ഇതുപോലെ വേക്കൻസി ഒന്നുമില്ല, ഇതിനു മുന്നേ 2019 നോട്ടിഫിക്കേഷൻ വന്ന് കുറെ പേരെ എടുത്തു, അപ്പൊ ഇനിയും വേക്കൻസി കുറവായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അതില് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതായി തോന്നിയെന്ന് വെച്ചാൽ KCB AE നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തൊട്ടു മുന്നിലുള്ളത് 6 വേക്കൻസി മാത്രമായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. അപ്പോഴും സെയിം, അപ്പൊ ഞാൻ റെയിൽവേയിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോ ഇതേ സമയം ഇതേപോലെ തന്നെ എല്ലാവരും പറഞ്ഞു വേക്കൻസി ഒന്നുമില്ല, ഒരുപാട് പേരെ ഇതിന്റെ പ്രീവിയസ് ലിസ്റ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരു വേക്കൻസിയും കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നെഗറ്റീവ് ചിന്തയിലൂടെ പോയി എന്റെ പ്രിപ്പറേഷൻ ഒന്നും ശരിയായില്ല. പക്ഷെ വന്നപ്പോ ഫസ്റ്റ് അഡ്വൈസ് തന്നെ 200 സംതിങ് ആളുകളെ എടുത്തു. 225 സംതിങ് എത്രയോ പേരെ അഡ്വൈസ് പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മളുടെ പ്രിപ്പറേഷൻ എത്രത്തോളം ബാക്കിലേക്ക് വലിക്കാൻ ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് വരും, പക്ഷെ നമ്മൾ അതിലൊന്നും ചെവി കൊടുക്കാതെ മുന്നോട്ട് പോവുക. വേക്കൻസി വരുമോ വരില്ലയോ അതല്ല, നമ്മൾ പ്രിപ്പറേഷൻ എങ്ങനെ മുന്നോട്ട് പോകുന്നു, നമുക്ക് 100% ചെയ്യാൻ പറ്റുമോ എന്നതിലാണ് നമ്മളുടെ വിജയം ഇരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു പരീക്ഷകളുടെ പ്രിപ്പറേഷൻ ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ ആയിരുന്നോ, അതോ ഒരു ഷോർട്ട് ടേം പ്രിപ്പറേഷൻ വളരെ കുറച്ച് സമയത്ത് പ്രിപ്പയർ ചെയ്ത് ഈ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് വരുമായിരുന്നു? ഇതിനു മുന്നേ AD അസിസ്റ്റന്റ് ഡയറക്ടർ സെയിം ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ലാസ്റ്റ് സമയം കുറച്ചു നേരം പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. കാരണം അതില് ഫസ്റ്റ് അഡ്വൈസ് വിശ്വകർമ്മ കാറ്റഗറിക്കായിരുന്നു പോകുന്നത്. അപ്പൊ ഞാൻ വിശ്വകർമ്മ കാറ്റഗറിയാണ്. അപ്പോ അതുകൊണ്ട് ലാസ്റ്റ് ടൈമിൽ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു, കുറച്ച് മാത്സ് അങ്ങനെ ബേസിക് കാര്യങ്ങള്. പക്ഷെ ഒന്ന് നന്നായി വന്നത് ഇതിന്റെ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷമാണ്, ലാസ്റ്റ് 3 months ആണ്. ഓക്കെ. അപ്പൊ നമ്മള് ഏതൊരു എക്സാമിനല്ല, നമ്മൾ എന്ത് കാര്യത്തിനായാലും നമ്മൾ ആദ്യം അതിനെക്കുറിച്ച് നമ്മളൊന്ന് സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരിക്കുമല്ലോ തിരഞ്ഞെടുക്കുക.
അപ്പൊ ഈ ഒരു അതെ. സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആണ്, നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ ആണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ വി ആർ ഫ്ലഡഡ് വിത്ത് ഇൻഫർമേഷൻസ്. അത് ഏതൊരു എക്സാം ആയാലും അതിന്റെ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസിന്റെ രൂപത്തിലായാലും, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളുടെ കോച്ചിങ് ക്ലാസ്സുകളുടെ രൂപത്തിൽ, ഫ്രീ ക്ലാസ്സുകളുടെ രൂപത്തിൽ, അതുപോലെ സ്റ്റഡി ഗ്രൂപ്പ്സുകൾ ധാരാളം ഇങ്ങനെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ധാരാളം നമ്മൾ റിസോഴ്സുകൾ ഒരുപാട് നമുക്കുണ്ട്. അപ്പൊ അതെല്ലാം ഇങ്ങനെ സ്റ്റഡി ചെയ്തതിന് ശേഷം ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ടെക് പി എസ് സി തിരഞ്ഞെടുക്കുന്നു, ടെക് പി എസ് സിയുടെ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ആവുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ടെക് പി എസ് സി തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ഒരു കാരണമുണ്ടായത്? അതില് മെയിൻ ആയിട്ട് വന്നെന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ പ്രിപ്പറേഷന്റെ സമയത്ത് ഞാനൊരു കോച്ചിങ്ങിന് ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ വേറൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടില് അതിന്റെ ക്ലാസ്സസ് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ടെക് പി എസ് സി ഉണ്ട്, അത് നല്ല ക്ലാസ്സസ് ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് അതുവരെയും ഞാൻ ടെക് പി എസ് സിയെ കുറിച്ച് കൂടുതൽ ഫെമിലിയർ ആയിരുന്നില്ല. പക്ഷെ ഈ നമ്മുടെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ റീൽസിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ടൈമില്. പക്ഷെ ജോയിൻ ചെയ്തു. ഞാൻ 100% ഞാൻ എന്റെ മനസ്സിൽ നിന്ന് തന്നെ പറയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് റേഞ്ചിലും സജീവ് സാറ് പോലുള്ള ഒരാളുടെ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഭയങ്കര നല്ല എന്താ പറയാ, ഏറ്റവും നല്ല വെച്ചാൽ ലൈവ് ക്ലാസ്സസ് ഭയങ്കര ബെനിഫിറ്റ് ആയിരുന്നു. എല്ലാ ലൈവ് ക്ലാസ്സസും ഞാൻ അറ്റൻഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കായിരുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് റിവിഷൻ ക്ലാസ്സസ്, നമ്മളൊരു എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ സെൽഫ് സ്റ്റഡി ആണോ ഈവൻ ഓൺലൈൻ കോച്ചിങ് സെന്റർ ആണോ ഒന്നുമല്ല, നമ്മുടെ ഒരു മനസ്സിലൊരു കോമ്പറ്റീഷൻ വരണം. ഇപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയത് ഇതിന്റെ റിവിഷൻ ക്ലാസ്സസ് ആയിരുന്നു. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സസ്, മാത്സ് പഠിപ്പിച്ച മാം, ഫിസിക്സ് പഠിപ്പിച്ച സാറ്. അപ്പോ എല്ലാവരും ആൻസർ പറയുമ്പം നമ്മുടെ മനസ്സിൽ ഓ എനിക്കിത് അറിയില്ലല്ലോ, എനിക്കിത് പഠിക്കണമല്ലോ, അങ്ങനെ ഒരു തോന്നൽ വന്നു. അതാണ് എനിക്ക് ടെക് പീസിൽ ഏറ്റവും നന്നായിട്ട് തോന്നിയത്. പിന്നെ ഞാൻ എന്താ പറയാ, ഞാൻ വിചാരിച്ചില്ല എനിക്ക് ടെക് പി എസ് സി ഇത്ര ഒരു അറ്റാച്ച്മെന്റ് വരുമെന്ന്. പക്ഷെ 100% കേട്ടോ, ഞാനത് ഒരു എന്താ പറയാ പ്രൊമോഷൻ അങ്ങനെ ഒന്നും പറയല്ല. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ തന്നെയാണ് മാമിനെ റിസൾട്ട് വന്നപ്പോൾ ആദ്യം വിളിച്ചു പറഞ്ഞു, മാം ഇതുപോലെ റിസൾട്ട് വന്നിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല ഒരു കോച്ചിങ് ആയിരുന്നു. ലൈവ് ക്ലാസ്സസ് ആണെങ്കിലും റിവിഷൻ ക്ലാസ്സസ് ആണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് ടെക് പി എസ് സിയുടെ ഭാഗമാകാൻ പറ്റിയതില്. ഓക്കെ ഓക്കെ, വളരെ സന്തോഷം. അപ്പോ അടുത്തതായിട്ട് ചോദിക്കാനുള്ളത്, നമുക്കറിയാം ഓരോ വർഷം ഇങ്ങനെ കഴിയും തോറും ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ അല്ലെങ്കിൽ ഏതൊരു ഫീൽഡിലായാലും കോമ്പറ്റീഷൻ വളരെയധികം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണ്ടൊക്കെ നമ്മളൊരു ട്രെൻഡ് പരിശോധിക്കുകയാണെങ്കിൽ ധാരാളം പേര് ഈ സെൽഫ് സ്റ്റഡി നടത്തിയിട്ട് റാങ്ക് ലിസ്റ്റിലേക്ക് കയറുന്ന ഒരു ട്രെൻഡ് വളരെയധികം നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതെ അതെ ഈ സിനാരിയോസ് മാറി. എക്സാംസിന്റെ പാറ്റേൺ ആണെങ്കിലും ശരി, എല്ലാം ഓരോ വർഷം കഴിയുന്തോറും ധാരാളം അപ്ഡേഷൻസ് അതിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇപ്പൊ നമ്മുടെ കറന്റ് സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ ഒരു സെൽഫ് സ്റ്റഡി ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഒരു കോച്ചിങ് ക്ലാസ്സിന്റെ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ മെന്റർഷിപ്പിന്റെ സഹായത്തോടെ പ്രിപ്പയർ ചെയ്യുന്നതാണോ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ആവുക, നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് വരാനും അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കാനായിട്ട് ഏതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ഒരു നല്ലൊരു ഈസിയസ്റ്റ് വേ? എനിക്ക് ഇപ്പൊ തോന്നുന്നത് പ്രസന്റ് സിറ്റുവേഷൻ അനുസരിച്ച് കോച്ചിങ് ആണ് ഏറ്റവും നല്ലത്. കാരണം ഞാൻ ഇത്രയും വർഷം കോച്ചിങ് എന്ന് പറഞ്ഞ് ഇപ്പൊ റെയിൽവേയിലെ ജെഇ ആണെങ്കിലും ജൂനിയർ എഞ്ചിനീയർ ആയി കയറിയപ്പോഴും ഇതിനു മുന്നുള്ള പ്രീവിയസ് പി എസ് സി എക്സാംസിലൊന്നും കോച്ചിങ്ങിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ അപ്പൊ ഞാൻ റാങ്ക് ലിസ്റ്റിലൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും ലാസ്റ്റ് അങ്ങനെയൊക്കെയാണ് കൂടുതലും വന്നിരിക്കുന്നത്. അപ്പോ കോച്ചിങ് വളരെ കമ്പൽസറി ആയിട്ട് എനിക്ക് തോന്നി. കാരണം ചില ടോപ്പിക്കുകൾ നമുക്ക് അറിയാത്തത് ഇന്ന സ്പെസിഫൈഡ് ടോപ്പിക് ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ അതുമായിട്ട് ഒരു ഫെമിലിയർ ആയിരിക്കത്തില്ല. അപ്പോ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുമ്പോഴത്തേനും നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് ഇന്ന പോർഷൻ ആണ് പഠിക്കേണ്ടത്. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ അത് പറയാമെന്ന് വെച്ചാൽ മാത്സ്, എഞ്ചിനീയറിംഗ് മാത്സ് ലാസ്റ്റ് മാമിന്റെ ക്ലാസ് വളരെ എല്ലാ കണ്ടന്റും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ക്ലാസ് നടത്തിയത്. അപ്പൊ നമുക്ക് എനിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ എഞ്ചിനീയറിംഗ് മാത്സ് ഗ്രിവാളിന്റെ ടെക്സ്റ്റ് ഒക്കെ എടുത്ത് വെച്ച് പഠിക്കുമ്പോൾ ഒരുപാട് വാസ്റ്റ് ആയിട്ട് കാണും. നമ്മൾ അതെല്ലാം പഠിക്കാൻ നിന്നാൽ നമ്മുടെ സമയം വേസ്റ്റ് ആവും. നമ്മൾ വിചാരിച്ച പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല. പക്ഷെ അതിനൊക്കെ കോച്ചിങ് തന്നെയാണ് നല്ലത്. ആ ഒരു കാര്യത്തില് കോച്ചിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഒരു കോച്ചിങ് ഇല്ലാതെ പഠിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു ലൈം ലൈറ്റിലാണ്. പക്ഷെ അതിന് മുമ്പ് വരെ
തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായാലും ധാരാളം പ്രിപ്പറേഷന്റെ കാര്യത്തിൽ തന്നെ ധാരാളം അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് തന്നെ ഒരു സെൽഫ് ഡൗട്ട് തോന്നാം, നമുക്ക് അത് സാധിക്കുമോ, നമുക്ക് അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കൊരു സെൽഫ് ഡൗട്ട് തോന്നുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആളായാലും ഉണ്ടായിരുന്നു. കാരണം നമുക്കൊരു പാസ് മാർക്ക് പോരല്ലോ, തീർച്ചയായിട്ടും നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ അൺസർട്ടൈൻ ആണ്. ബാക്കിയുള്ളവരുടെ പെർഫോമൻസും കൂടെ നമ്മുടെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലാതെ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം പോലെ. അപ്പോ അത്തരത്തില് ഇങ്ങനെ സെൽഫ് ഡൗട്ട് തോന്നിയ സമയത്ത്, കുറച്ച് ഡൗൺ ആയ സമയത്ത് എങ്ങനെയാണ് ബാക്ക് ഓൺ ട്രാക്ക് വരാനായിട്ട് സാധിച്ചത്? കാരണം ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഈ ഒരു ഫേസിലൂടെ പലപ്പോഴും കടന്നുപോയിട്ടുണ്ടാവും. അപ്പൊ അവർക്കും തീർച്ചയായിട്ടും അതൊരു ഇൻസ്പിറേഷൻ ആവും. എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്, ഞങ്ങൾ ഈ TECPSCയിലെ കുറച്ച് കുട്ടികൾ ചേർന്നിട്ട് ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതില് നമ്മളിപ്പം ഞാനിപ്പോ വർക്കിംഗ് ആയിരുന്നു. മോനുണ്ട്. മോന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് ലാസ്റ്റ് ഒരു 8 മണി മുതലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 9 മണി മുതലൊക്കെ ആയിരിക്കും ചിലപ്പോ പഠിക്കാതിരിക്കുന്നത്. അപ്പം മിക്കപ്പോഴും എന്നെ കൊണ്ട് ഇത് നടക്കുവോ, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ബുക്കൊക്കെ അടച്ചു വെച്ച സമയങ്ങളുണ്ട്. അപ്പോ ഞങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ഇങ്ങനെ ഡൗട്ട്സ് വരും, മാത്സിന്റെ ഓരോ ഇത്. അതില് എന്റെ ഒരു ഫ്രണ്ട് ശ്രീലാൽ എന്ന് പറഞ്ഞിട്ട് MRF വർക്ക് ചെയ്യുന്നതാണ്. ആളെ ഇങ്ങനെ ആൾക്ക് നൈറ്റ് വരുമ്പോ ആളിങ്ങനെ ഡൗട്ട്സ് ചോദിക്കും. അപ്പോഴാണ് എനിക്ക് ആ പോർഷൻ അറിയില്ലല്ലോ, അത് പഠിക്കണം, അങ്ങനെ ഒരു തോന്നൽ വന്നിട്ട് നമ്മൾ ആ 2 മണി മുതൽ പിന്നെ ഒരു 4 മണി 5 മണി വരെ ഇരുന്ന് പ്രിപ്പയർ ചെയ്യും. പ്രിപ്പറേഷൻ കഴിയുമ്പോഴത്തേനും പിന്നെ നമുക്ക് പോകാനുള്ള സമയമാവും, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമാവും. അങ്ങനെ എന്റെ ഇതുവരെ ലൈഫിൽ മൊത്തവും എന്താ പറയാ, പഠിക്കാൻ ഒരു സമയമായിട്ട് കാണില്ല മിക്കപ്പോഴും. എന്തെങ്കിലും നമ്മൾ ചിലപ്പോ അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ ടെക്സ്റ്റ് ബുക്ക് വെക്കും. അങ്ങനെയാണ് കൂടുതലും ഇതുവരെ എത്തിയതെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോ എടുത്തു പറയാനുള്ളത് ഞങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പിനാണ്. നയന, സിദ്ധയെല്ലാം നമ്മുടെ ഇതിലുണ്ട്, റാങ്ക് ലിസ്റ്റിലുണ്ട്, 19th റാങ്ക്. പിന്നെ ശ്രീലാല്, ഇവരെല്ലാം ഭയങ്കര സപ്പോർട്ടായിരുന്നു. ആ ഒരു ടീം വർക്കും TECPSCയുടെ ക്ലാസ്സസും ഒക്കെയാണ് എനിക്ക് ഈ റാങ്ക് കിട്ടാനുള്ള കാരണം. ഓക്കെ. അപ്പൊ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു IU എക്സാമിന്റെ ടൈം ടേബിൾ വന്നപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഞെട്ടിച്ചു കളഞ്ഞു. കാരണം 3 മാസത്തിനുള്ളിൽ പരീക്ഷ വരും. സാധാരണ എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ടെന്റേറ്റീവ് സിലബസ് വെച്ചിട്ടായിരിക്കും പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ആ ടെന്റേറ്റീവ് സിലബസിലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാറുള്ളൂ. പക്ഷെ IUയുടെ ഈ ഒരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് സിലബസിൽ നമ്മൾ വിചാരിച്ച പോലെയല്ല, എക്സ്പെക്ട് ചെയ്യുന്ന സിലബസിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് വന്നു ആ ഒരു സമയം. മാത്രമല്ല അതിനുശേഷം ടൈം ടേബിൾ വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ എക്സാമുമായി. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അതുവരെ ശീലിച്ചു വന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഒരു ഇത്തരത്തിലൊരു ചേഞ്ച് വന്നപ്പോൾ എങ്ങനെയാണ് അതിനോട് അഡാപ്റ്റ് ആയിട്ട് വന്നത്? അപ്പോ നമുക്ക് പഠനത്തിന് വേണ്ടിയിട്ട് സ്വീകരിച്ച മാർഗങ്ങൾ എന്തൊക്കെയായിരുന്നു? അതിനോടൊന്ന് അഡാപ്റ്റ് ആവാനും, ലൈക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഇത്ര സമയം പഠിക്കുമായിരുന്നു, ഇത്ര സമയം തൊട്ട് ഇത്ര മണി വരെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു കൊള്ളാമോ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇത്ര ടൈം പഠിക്കാം, ഒരു ദിവസം 8 മണിക്കൂർ പഠിക്കാം, അങ്ങനെ ഒരു ചിട്ടയൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോ സമയം കിട്ടുന്നോ, ഫ്രീ ടൈം കിട്ടുന്നോ അപ്പൊ ഞാനത് യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഒരു നമ്മളെ വീട്ടിൽ കുറെ കാര്യങ്ങളുണ്ട്, നമുക്ക് കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോ നമുക്ക് സ്പെസിഫൈഡ് ടൈം മിക്കപ്പോഴും കാണില്ല. അപ്പോ എപ്പോ സമയം കിട്ടുന്നോ, ഇപ്പൊ മാത്സിന്റെ ഒക്കെ ക്ലാസ് ആണെങ്കിലും മാം എല്ലാ ക്ലാസ്സസും കവർ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, റെക്കോർഡഡ് ക്ലാസ്സസ് കുറെ. അപ്പൊ അതും ലൈവ് ക്ലാസ്സസ് ഞാൻ കണ്ട്, ലൈവ് ക്ലാസ്സസിന് ഞാൻ സമയം മാറ്റി വെക്കും. അപ്പൊ എന്നെ വീട്ടിലാണെങ്കിൽ അമ്മയോട് ഞാൻ പറയാം, അമ്മേ എനിക്ക് 8 മണി മുതൽ ക്ലാസ് ഉണ്ട്, മോനെ നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ക്ലാസ്സിന് കയറുന്നത്. അപ്പൊ ആളെ ഇടയ്ക്കൂടെ ഒക്കെ വന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നാലും ഞാൻ മാക്സിമം ലൈവ് ക്ലാസ്സസ് കാണാറുണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ് കൂടുതൽ സമയം മാറ്റി വെച്ചത്, ലൈവ് സ്പെസിഫൈഡ് ടൈം. ബാക്കിയെല്ലാം എപ്പോ സമയം കിട്ടുന്നോ അപ്പൊ യൂട്ടിലൈസ് ചെയ്യുക, അങ്ങനെ രീതിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ ഒരു PSC എക്സാമുകളുടെ ഒരു പാറ്റേൺ ശ്രദ്ധിക്കുകയാണെങ്കിൽ പണ്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. കാരണം ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളമായിട്ട് അവർ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചോദിക്കാതെ കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് ഒരു കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ഇതിലേക്ക് അവർ ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ആ ഒരു എക്സാമിന്റെയും ട്രെൻഡ് മാറി വരുന്നുണ്ട്, അതിലും അപ്ഡേഷൻസ് ധാരാളമായിട്ട് വരുന്നുണ്ട്. സോ ഇത്തരത്തിൽ വരുന്ന ഒരു എക്സാംസിൽ വരുന്ന ചേഞ്ചുകളെ ടാക്കിൾ ചെയ്യാനായിട്ട് എന്തൊക്കെ ടിപ്സ് ആണ് സഹായിച്ചിട്ടുള്ളത്?
അതില് മെയിനായിട്ട് നമ്മൾ ഓരോ ടോപ്പിക്കും ഡെപ്തിൽ പഠിക്കേണ്ടി വരും. ഒരു കുറച്ച് ടോപ്പിക് ആണെങ്കിൽ കൂടി തന്നെ അത് പണ്ടത്തെ ഒരു എനിക്കറിയാം, ഞാൻ പണ്ടും PSC എക്സാം എഴുതിയ സമയത്ത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആ കൂടുതലും വരിക. നമുക്ക് ജസ്റ്റ് ടോപ്പിക് ഒന്ന് വായിച്ചാൽ തന്നെ നമുക്കറിയാം ഇതാണ് ആൻസർ എന്ന്. പക്ഷെ ഇപ്പൊ ആണെങ്കിൽ നമ്മൾ എല്ലാ ടെക്നിക്കൽ എക്സാംസ് എഴുതുമ്പോഴും കൂടുതൽ ഇൻ ഡെപ്തിൽ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റൂ. അപ്പൊ നമ്മൾ അതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, കൂടുതൽ അതിനെക്കുറിച്ച് ഒരു സ്പെസിഫൈഡ് ടോപ്പിക്കിനെ കുറിച്ച് കുറച്ചും കൂടെ ഡെപ്തിൽ വായിക്കുക. അങ്ങനെയൊക്കെയാണ് നമുക്കിപ്പം അതെല്ലാം ആൻസർ ചെയ്യാൻ പറ്റൂ. കാരണം ടൈമാണ് ഭയങ്കര ബുദ്ധിമുട്ട്. വിത്തിൻ സ്പെസിഫൈഡ് ടൈമിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ പ്രാക്ടീസ് വേണം, മോക്ക് എക്സാംസ് എഴുതേണ്ടി വരും. അപ്പൊ IEO സംബന്ധിച്ച് പുതിയ സിലബസ് ആയപ്പോ കുറെ മോക്ക് എക്സാമും പിന്നെ കിട്ടുന്ന എല്ലാ സോഴ്സസും ഉപയോഗിച്ചു ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാം എന്നെല്ലാം നോക്കിയപ്പോഴാണ് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടിയത്. ഓക്കെ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുള്ളത്, ഈ ക്വസ്റ്റ്യൻ എന്തായാലും ഒരുപാട് പേർക്ക് ഉപയോഗപ്പെടും, അതെനിക്കറിയാം. കാരണം സോഷ്യൽ മീഡിയ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഇപ്പോൾ നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടാണ്. അതില്ലാതെ ഒരു കാര്യവും നമുക്ക് ഈവൻ നമ്മുടെ വർക്കിന്റെ കാര്യത്തിലായാലും സ്റ്റഡീസിന്റെ കാര്യത്തിലായാലും സോഷ്യൽ മീഡിയ നമ്മുടെ ജീവിതത്തിലുള്ള ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണ്. ഒരു പരിധിവരെ വളരെ നല്ലതാണ്. കുറെ കാര്യങ്ങൾ നമുക്ക് ഈസി ആക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. കുറെ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോ ഇതേപോലെ ഈ എക്സാംസിന്റെ കോമ്പറ്റീഷൻ കൂടി വരുന്നതിന് പോലും കാരണം അതാണ്. കാരണം കൂടുതൽ ആൾക്കാരിലേക്ക് എല്ലാ കണ്ടന്റ്സും എത്തുന്നുണ്ട്. അങ്ങനെ ധാരാളം നല്ല വശങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ സോഷ്യൽ മീഡിയ നമുക്ക് ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നിയേക്കാം. ഇതേപോലെ നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴും ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെറുതായിട്ടൊന്ന് സമയം കൊണ്ടുവന്ന ഒരു കാര്യമാണ് നമുക്ക് തോന്നിയേക്കാം. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് സോഷ്യൽ മീഡിയ ഇത്തരത്തിൽ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു? അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുന്നത്? ഞാനങ്ങനെ സോഷ്യൽ മീഡിയ അധികം ഉപയോഗിക്കുന്ന ആളല്ല. എനിക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇല്ല. പിന്നെ ആകെ ഉള്ളത് ഒരു ഫേസ്ബുക്ക് ആണ്. അപ്പൊ ഈ എക്സാമിന്റെ സമയത്ത് ഞാൻ വല്ലപ്പോഴേ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാറുള്ളൂ. അപ്പോ പിന്നെ യൂട്യൂബിൽ റീൽസ് ഒക്കെ വരുമ്പോ ഇങ്ങനെ ഇരുന്ന് കാണുമായിരുന്നു, അത് ഇടയ്ക്ക് ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോ. പക്ഷെ ഈ എക്സാം വന്നതിന് ശേഷം ഞാൻ റീൽസ് കാണുന്നതൊക്കെ മൊത്തം ഫുൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കിന്ന് വെച്ചാ ഞാനിങ്ങനെ തുറക്കാനുള്ള ടെംപ്റ്റേഷൻ വരും. അപ്പൊ ഞാൻ ആലോചിക്കും ഇത് കഴിഞ്ഞിട്ട് മതി. കാരണം നമ്മൾ ഒരു റീല് കണ്ട് അടുത്തത് നമ്മുടെ കൈ അറിയാതെ സ്ക്രോൾ ചെയ്യും അടുത്തയിലേക്ക്. അപ്പൊ അത് കംപ്ലീറ്റ്ലി ഞാൻ ഒഴിവാക്കി. പിന്നെ ആകെ വാട്സപ്പ് മാത്രമേ ഉള്ളൂ. വാട്സപ്പിൽ അധികം ഒത്തിരി ഫ്രണ്ട്സ് ഒന്നും ഇല്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് എനിക്കുള്ളൂ. പിന്നെ ഞങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പ് അത് എപ്പോഴും ആക്റ്റീവ് ആയിരുന്നു, അത് മാത്രമേ ഞാൻ ഓപ്പൺ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. അതൊരു ഡിസ്റ്റർബൻസ് ആയിരുന്നില്ല? അതൊരിക്കലും ഡിസ്റ്റർബൻസ് ആയിരുന്നില്ല. അതായിരുന്നു എന്റെ ഏറ്റവും എന്താ പറയാ പ്രിപ്പറേഷനിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയൊരു കാര്യം തന്നെ. വേറെ ഫിലിം കാണാനൊന്നും ഞാൻ അധികം പോകാറില്ല. പിന്നെ യൂട്യൂബിൽ ഫിലിം ഒന്നും കാണുന്ന പതിവ് എനിക്കില്ല. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ടൈം അങ്ങനെ പോകാറുമില്ല. അല്ല, ഇപ്പൊ ക്ലിയർ ആണ്. അത് ഡിസ്റ്റർബൻസ് അല്ലാന്നുള്ള കാര്യം ഇപ്പൊ ക്ലിയർ ആണ്. അപ്പോ എനിവേ ഇനി ഒരു കാര്യം ഇപ്പൊ ഇത് തന്നെയായിരിക്കും. ഇനി അടുത്ത ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് ഒരു ഉത്തരം നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഡിസ്റ്റർബൻസ് മാനേജ് ചെയ്തത് എന്നുള്ള കാര്യം. അപ്പൊ ഇതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സക്സസ് ടിപ്സ് എന്തൊക്കെയാണ്? അതായത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് നമ്മൾ റാങ്കിൽ എത്തിയത് എന്ന് പറഞ്ഞാൽ ആ ഒരു പാത്ത് ഫോളോ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് എന്തൊക്കെയാണ് ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കാൻ പറ്റുന്ന സക്സസ് ടിപ്സ്? സക്സസ് ടിപ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, എന്റെ ലൈഫ് തന്നെ ഒരു 2015 നമ്മുടെ കോഴ്സസ് എല്ലാം കഴിഞ്ഞ് ഞാൻ PSC എക്സാം പഠിക്കാനായിട്ട് തുടങ്ങിയപ്പോ എനിക്കൊരു മോനുണ്ടായിരുന്ന സമയത്ത് 2017 സമയത്ത്. അപ്പോ എനിക്ക് ആ 16 to 2019 ഒരു 3 വർഷം വരെ ആക്സിഡന്റ് ഉണ്ടായി. ഞാൻ ഫുൾ കിടപ്പായിരുന്നു, നമുക്ക് എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ആ 3 years എന്റെ ജീവിതത്തില് എന്താ പറയാ, നമുക്കൊരു PSC ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ആ സമയത്തൊരു ജോലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ 3 വർഷം ഞാൻ ഒരു എക്സാം എഴുതിയിട്ടില്ല, ഈവൻ റൂമിന്റെ പുറത്തേക്ക് പോലും ഇറങ്ങിയിട്ടില്ല.
ജനലിൽ കൂടെ ജസ്റ്റ് പുറത്തെ കാഴ്ചകൾ കാണുന്നു അല്ലാതെ. അപ്പോ നമ്മൾ അതിൽ നിന്ന് എനിക്ക് 2019 എല്ലാം റിക്കവർ ചെയ്ത് ഇറങ്ങിയപ്പോ എന്റെ ആദ്യത്തെ ലക്ഷ്യം ഒരു ജോലി അതായിരുന്നു. അപ്പോ അതിനുശേഷം റെയിൽവേയിൽ അടുത്ത വർഷം തന്നെ 2021 തന്നെ റെയിൽവേയിൽ ജോയിൻ ചെയ്യാൻ പറ്റി. അപ്പോ എനിക്ക് പറയാനുള്ള കാര്യം അതിനുശേഷം 2021 മുതൽ ഞാൻ എഴുതിയ ഒരുവിധം PSC എക്സാം എല്ലാം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആണ് ഇത്രയും 10th എത്തിയത്. മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരിക്കലും സമയം പ്രത്യേകിച്ച് ഫാമിലി ഒക്കെ ഉള്ള കുട്ടികൾ സെറ്റിൽ ആയ ലേഡീസിനെ സംബന്ധിച്ച് ഞാൻ പറയാണ്, നമുക്ക് സമയം എന്ന് പറയുന്നത് ഞാൻ എന്റെ എല്ലാ ഫ്രണ്ട്സിനോടും പറയാറുണ്ട്, PSC പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികളോടും, നമുക്ക് സമയം എന്ന് പറയുന്നത് ഇതാണ് സമയം വാ പഠിക്കാം എന്ന് ആരും പറയില്ല. നമുക്ക് അതുപോലെ 8 to 10 അത് അങ്ങനെ പറയണം, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളതെന്ന് വെച്ചാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്കായിരിക്കും. ഫാമിലി ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഭയങ്കര സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരാൾക്കായിരിക്കും. നമുക്കൊരു ജോലി നേടണം എന്ന് നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ സമയമല്ല, നമുക്ക് എപ്പോ സമയം കിട്ടുന്നോ അത് യൂട്ടിലൈസ് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ബസ്സിൽ പോകുമ്പോഴായിരിക്കും കൂടുതലും PSC യുടെ ക്ലാസ്സസ് എല്ലാം കാണുന്നത്. അപ്പോ സമയത്തെ കുറിച്ച് നമ്മൾ പറയും, നമുക്ക് ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ എത്താനായിട്ട് ഏത് മാർഗം ലക്ഷ്യമാണ് പ്രധാനം നമ്മ പറയത്തില്ലേ. അപ്പോ ഏത് സമയം കിട്ടിയാലും നമ്മളത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക, അതാണ് ഏറ്റവും. പിന്നെ ഏറ്റവും അവസാനം എനിക്ക് ഇത്രയും നാളത്തെ നെഗറ്റീവായിട്ട് എന്റെ തോന്നിയത്, ഞാൻ ലാസ്റ്റ് മിനിറ്റില് റിവിഷൻ ചെയ്യാറുണ്ടായിരുന്നില്ല ഇതുവരെയുള്ള എല്ലാ PSC എക്സാമിലും. എല്ലാം വായിക്കും, ലാസ്റ്റ് മിനിറ്റിൽ എത്തുമ്പോ എല്ലാം ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞ് എക്സാം ഹാളിലേക്ക് പോകും. പക്ഷെ അതൊരു നെഗറ്റീവ് കാര്യമാണ്. നമ്മളെല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് നമ്മുടെ ഇക്വേഷൻസ് എല്ലാം ഒന്ന് നോക്കി അങ്ങനെ പോകണം. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഡൗട്ട് ആവും, A/B ആണോ B/A ആണോ ഒക്കെ നമുക്ക് ഡൗട്ട് വരും. അപ്പൊ ലാസ്റ്റ് IE എക്സാമിന്റെ ടൈമില് എനിക്കെല്ലാം ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോകാൻ പറ്റി. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ സമയം നമ്മളെ കാത്തു നിൽക്കത്തില്ല, സമയം പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ സമയത്തിനൊപ്പം എത്താൻ ശ്രമിക്കുക. എപ്പോ സമയം കിട്ടുന്നോ അത് യൂട്ടിലൈസ് ചെയ്യുക. അതാണ് എനിക്ക് ഇപ്പൊ പറയാനുള്ള കുട്ടികളോട് ഏറ്റവും പോസിറ്റീവായിട്ട് പറയാനുള്ളത് അതാണ്. കാരണം എന്റെ കുറെ ഫ്രണ്ട്സും ഈ മാരീഡ് ആയി കുട്ടികളൊക്കെ ഉള്ള എന്നോട് പറയും, പ്രിയ ഇതുപോലെ സമയം കിട്ടുന്നില്ല, എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോഴെല്ലാം ഞാൻ അവരോട് പറയും, നമുക്ക് വേണ്ടി സമയം കാത്തു നിൽക്കില്ല, നമ്മൾ സമയത്തിനൊപ്പം യാത്ര ചെയ്യാൻ ശ്രമിക്കണം എന്ന് എപ്പോഴും പറയാറുണ്ട്. അത് തന്നെയാണ് എനിക്ക് ഇപ്പോഴത്തെ കുട്ടികളോടും പറയാനുള്ളത്. പഠിക്കുക, അതുപോലെ തന്നെ പോസിറ്റിവിറ്റി ഒരു കൈവിടരുത്. അത് എപ്പോഴും നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. ചിലപ്പോൾ ഡൗൺ ആയി പോകും, വേക്കൻസി ഇല്ല, അല്ലെ ഞാൻ പഠിച്ചാൽ ശരിയാവത്തില്ല, അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ അതൊന്നും അല്ല, നമ്മൾ പഠിക്കണം, നമ്മൾ പഠിച്ചാൽ അതെല്ലാം ശരിയാവും എന്നുള്ളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. അപ്പൊ ഇത്തരത്തിലൊരു ഇപ്പോ നമ്മുടെ സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റി, ഒരു ജോബ് നേടാനായിട്ട് പറ്റി. അപ്പൊ ഇത്തരത്തിലൊരു വിജയം നേടാൻ സാധിച്ചതിൽ ആരോടൊക്കെയാണ് താങ്ക്ഫുൾ ആയിട്ടുള്ളത്? ആദ്യം തന്നെ ദൈവത്തോടാണ്. ദൈവമാണ്, ഞാൻ പറഞ്ഞില്ലേ, ആക്സിഡന്റിൽ നിന്ന് ഒന്നും നടക്കാൻ പറ്റാതെ ബെഡിലായ എന്നെ ഇത്ര എത്തിച്ചത് ദൈവത്തിന്റെ ഒരു കാരുണ്യാണ്. പിന്നെ പാരന്റ്സ്, പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത് ഞങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പ് തന്നെയാണ്. ശ്രീലാൽ, സിദ്ധ, നയന, നന്ദു, അങ്ങനെ കുറെ കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങൾ ഭയങ്കര ഒരുമിച്ചുള്ള ഒരു യാത്രയായിരുന്നു. എവിടെയോ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ, ആരെയും നമ്മൾ പരസ്പരം കണ്ടിട്ടില്ല, എല്ലാരും പല സ്ഥലങ്ങളിലുള്ളതായിരുന്നു. പിന്നെ പാരന്റ്സ്, ഓഫ് കോഴ്സ് പാരന്റ്സ്, പിന്നെ അവരെയൊക്കെ തന്നെ. ഓക്കെ, സോ എനിവേ താങ്ക് യു സോ മച്ച്. കാരണം ഇത്രയും സമയം തന്നത്, ടൈം എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ടൈം, ആ ഒരു സമയം എന്തായാലും ഈ ഒരു ടോക്ക് കാണുന്നവർക്ക് എന്തായാലും അത് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റി ടൈം നമുക്ക് തന്നു. അതിൽ തന്നെ ധാരാളം ടിപ്സും അതുപോലെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്തൊക്കെയാണ് ഫോളോ ചെയ്ത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം, A to Z കാര്യങ്ങളെല്ലാം നമ്മളോട് ഷെയർ ചെയ്തതിൽ വളരെ നന്ദിയുണ്ട്. എനിവേ താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടെ അതോടൊപ്പം എല്ലാ വിജയാശംസകളും ടെക് PSCയുടെ പേരിലും അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അതോടൊപ്പം ഇത്തരത്തിലെ കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇനിയും തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകൾ അറിയിക്കുകയാണ്. താങ്ക് യു.